ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്നിപ്പോൾ ഞായറാഴ്ച ക്രിസ്മസിൻ്റെ ദിവസമാണ്. നിങ്ങളിത് കാണുക. ഞാനിപ്പോൾ 11:30 ശരിക്കും കുർബാനയുടെ സമയമാണ്. പക്ഷേ ഞാൻ ഈ സന്ധ്യ നേരമായപ്പോൾ എൻ്റെ കാലൊന്ന് മടങ്ങിയപ്പോൾ ഒരു ചെറിയൊരു വേദന. അപ്പോൾ ആ കാല് വെച്ചിട്ട് ഇപ്പം ഇനി പോകണ്ടെന്ന് വിചാരിച്ചു. ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, രാവിലെ എണീറ്റു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു ദിവസം എത്രയോ കാലങ്ങൾക്ക് ശേഷം ഞാനും ഡാഡിയും മാത്രമുള്ളൊരു ദിവസമായിരുന്നു. കാരണം പുലർച്ചെയായപ്പോൾ ഞാനും ഡാഡിയും ഡോണും കൂടി ആയിരുന്നല്ലോ ഇന്നലെ. പക്ഷേ ഇന്ന് രാവിലെ ഡോൺ ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുലർച്ചെ പോയി കഴിഞ്ഞാൽ വേഗം അവിടെ എത്താം, കോട്ടയത്ത് എത്താമെന്നും അതനുസരിച്ച് ഒരു ദിവസം ഫുൾ ഡേ കിട്ടും. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ യാത്ര കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഉച്ചയാവും, പിന്നെ അപ്പോഴേക്കും രാത്രിയാവും, അപ്പോൾ ഒന്നിനും കിട്ടില്ല. അങ്ങനെ അവനത് പറഞ്ഞതനുസരിച്ച് ഇവിടുന്ന് രാവിലെ പോയി. ഞാൻ എണീക്കണതിന് മുമ്പ് പോയി. ഞാൻ എണീറ്റ് വരുമ്പോഴേക്കും ഗേറ്റ് അടച്ചു. അപ്പോൾ എനിക്ക് കാപ്പി വെച്ച് കൊടുക്കാൻ പറ്റിയില്ല, അവൻ എന്നെ വിളിച്ചില്ല, അതുണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ് മുപ്പര് എനിക്ക് തോന്നുന്നു 9 മണിക്ക് വിളിക്കുമ്പോൾ കോട്ടയത്ത് എത്തിയിട്ട് എനിക്ക് വിളിക്കുമ്പോൾ കറക്റ്റ് 9 മണി. അപ്പോൾ എന്തായാലും എന്താ പറയുക, നന്നായി, ഒരു ദിവസം ഫുൾ കിട്ടി. അപ്പോൾ അവർ മൊത്തം കറക്കത്തിലായിരുന്നു കേട്ടോ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാര്യം പറയണേ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് നമ്മുടെ പതിവ് പോലെ മാതാവിന് തിരിയൊക്കെ കത്തിച്ച്, ഒരനക്കം ഇല്ലാത്തൊരു വീട് എത്രയോ നാളുകളെ ഇതുപോലെ ഒരനക്കമില്ലാണ്ട് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഒരു വശത്ത് നോക്കുമ്പോൾ ഭയങ്കര ശാന്തതയാണ്, മറ്റേ വശത്ത് നമ്മളെവിടെ നോക്കുമ്പോഴും പിള്ളേരുകൾ എവിടെയൊക്കെയോ നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നലാണ്. പിന്നെ അവരുടെ കളിപ്പാട്ടങ്ങളായാലും മറ്റേ ചെയറായാലും ഒക്കെ, പ്രത്യേകിച്ച് ചാക്കോച്ചൻ്റെ അവൻ്റെ ബനാന എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നിൽക്കില്ല, ബനാന അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തുണികൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കുക. ഞാൻ വാഷ് ചെയ്യാനുള്ള ദിവസം ഞാൻ അങ്ങനെ ചെയ്യുക, എണീറ്റ് ഒഴിക്കുക. അത് തലേ ദിവസം തന്നെ അത് മെഷീനിലിടും. രാവിലെ എണീറ്റിട്ട് അത് അടിച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഞങ്ങൾ ഉപ്പുമാവ് കഴിക്കുമ്പോഴാണ് നമ്മുടെ പാച്ചുട്ടൻ വന്ന് ഇരിക്കുന്നത് വീഡിയോ കോള്. അപ്പോൾ അവൻ കുറേ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ആശയമ്മയുടെ കൂടെ ക്ലിനിക്കിൽ പോകാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുറേ വർത്തമാനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഇവിടെ ആയിരിക്കുമ്പോൾ അവന് വർത്തമാനം പറയാൻ നേരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തോമും പാച്ചും പോയപ്പോഴാണ് പിന്നെയും അവൻ സംസാരിച്ചു തുടങ്ങിയത്. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റേതായ ഒരു ലോകത്ത് ഒതുക്കി കൂടുന്ന ഒരു പ്രകൃതിയാണ് ശരിക്കും പാച്ചുവിൻ്റെ. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, കുറേ വർത്തമാനം പറഞ്ഞു. ഇവിടെ അതെ, കുറേ ഇപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോഴത് കുറേ വിശേഷങ്ങൾ പറഞ്ഞു കേട്ടോ. ചോദിക്കണേനൊക്കെ മറുപടി പറഞ്ഞു. അവന് മെയിനായിട്ട് കാണേണ്ടത് അവൻ്റെ അപ്പാപ്പനെയാണ്. അപ്പാപ്പനെ മിസ് ചെയ്യണം. അപ്പോൾ ഇന്നലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് കാറെടുക്കുക, നമുക്ക് തോമൂൻ്റെ അടുത്തേക്ക് പോകാം, കോട്ടയത്തേക്ക് പോകാമെന്നായിരുന്നു അത്ര ഉറക്കത്തിൽ കിടന്ന് പറയുന്നുണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും ഒരുപോലെ എന്താ പറയുക, കുഞ്ഞിലേ തൊട്ട് പരസ്പരം അങ്ങോട്ടും കണ്ടും കളിച്ചുവാണല്ലോ രണ്ടുപേരും വലുതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോമൂനായാലും പാച്ചു ഇല്ലാണ്ട് പറ്റില്ല, പാച്ചുവിനായാലും തോമു ഇല്ലാണ്ട് പറ്റില്ല. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അവരുടെ എന്താ പറയുക, അവരുടെ ഒരു അവസ്ഥ കേട്ടോ. അങ്ങനെ രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ 2 പെൺകുട്ടികളും ഇല്ലാത്ത കാരണം ഫുൾ കാര്യങ്ങൾ എൻ്റെ തലയിലായി. അല്ലെങ്കിൽ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് എനിക്ക് നല്ല സുഖമാണ്. ഡിവൈനും ഡിബിളും 2 പേരും ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത കാരണം അവർ തന്നെ ഓർഡർ എടുക്കുകയും അവർ തന്നെ പാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്ത് നടക്കുമായിരുന്നു. പക്ഷേ ഇന്ന് പഴയ പോലെ എനിക്ക് കുറേ നേരം ഇരിക്കേണ്ടി വന്നു. എനിക്ക് തോന്നുന്നു ഒരു 9 മണിക്ക് ഇരുന്നിട്ട് ഒരു 12:30 1 മണിയൊക്കെ ആയി തോന്നുന്നുണ്ട് ഞാൻ എണീക്കുമ്പോൾ കേട്ടോ. ഓർഡർ എടുക്കലും പാക്ക് ചെയ്യലും അയക്കലും ഒക്കെ ആയിട്ട് എല്ലാം ഞാൻ തന്നെ. അപ്പോൾ അതുപോലെ ഡിവൈൻ എടുത്ത ഓർഡറുകൾ, ഡിംപിളെടുത്ത ഓർഡറുകൾ ഒക്കെ മെസ്സേജ് ചെയ്ത് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്ന് അതൊക്കെ പാക്ക് ചെയ്യലെല്ലാം കൂടി എൻ്റെ തലയിലായി. എന്നാലും സാരമില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ. അങ്ങനെ രാവിലത്തെ പാക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ ശേഷം ഡാഡി പതുക്കെ പുറത്തേക്ക് പോയി. സാധാരണ ചെയ്യണ പോലെ തന്നെ രാവിലെ പതുക്കെ പുറത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വരണോട് കൂടിയിട്ട് കണ്ടമാനം സാധനങ്ങൾ പ്ലേറ്റ് ചെയ്തത്, അതായത് ഉച്ചയിലത്തെ ഒരു ട്രിപ്പ് അയക്കേണ്ട സാധനങ്ങളും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് ഒന്ന് സംസാരിച്ച് പിടിച്ച് വരുമ്പോഴേക്കും അടുത്ത പരിപാടിയായി. അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ നിന്നു. അങ്ങനെ പാച്ചുട്ടൻ കുറേ നേരം സംസാരിച്ചിട്ടോ. ഞാൻ ഇതിലിപ്പോൾ കണ്ടപ്പോഴാണ് ഇത്രയും നേരം കുട്ടി സംസാരിച്ചല്ലോ എന്ന് ഓർത്തത്. അങ്ങനെ എന്താ പറയുക, വേഗം യാത്രയൊക്കെ പറഞ്ഞ് അവർ അമ്മയും മോനും പോയി. പിന്നെ നമ്മളുടെ ബാക്കി കാര്യങ്ങളാണ്.
അപ്പം ഞാൻ കാര്യമായിട്ട് അകമൊന്നും ഒതുക്കാൻ നിന്നില്ല, അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്തത് ചോറും കറിയും വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ചോറും കറിയും വെച്ചില്ലെങ്കിൽ പണി കിട്ടും. നമ്മളുടെ വൈകുന്നേരം ആകുമ്പോൾ എന്നും തപ്പല, എന്ത് ചെയ്യണം ഏത് ചെയ്യണം, അതുപോലെ ഉച്ചയ്ക്ക് ആയാലും അതെ, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ചോറും കറിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ആ വഴിക്ക് നോക്കണ്ടല്ലോ, ഇനിയിപ്പോൾ നാളെ തൊട്ട് നോയമ്പും ഇല്ലല്ലോ. അങ്ങനെ നിന്നപ്പോഴാണ് അത് അടുത്ത ആളുടെ വീഡിയോ കോൾ വന്നത്, ഡോണിൻ്റെ വീഡിയോ കോള്, തോമും ചാക്കോച്ചനായിട്ട്. അപ്പോൾ ചാക്കോച്ചൻ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി തടി വെച്ചെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ശരിക്കും വെയിറ്റ് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. പക്ഷേ എന്താ പറയുക, കുട്ടികളോട് നമ്മൾ കഴിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. അവന് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുക്കും. എന്നാലും എന്താ പറയുക, അത്യാവശ്യം വെയിറ്റായി അവൻ. അത് കഴിഞ്ഞ് ഡാഡി കുട്ടികളോടും ആൾക്കാരോടൊക്കെ വർത്തമാനം പറഞ്ഞതിന് ശേഷം ഡാഡിയുടെ വഴിക്ക് പോയി. ഞാൻ നമ്മുടെ അകത്തേക്ക് കയറി നമ്മളുടെ ബാക്കി പണികൾക്ക് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പാച്ചൂട്ടൻ്റെ ഫോൺ കോൾ കുറേ നേരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം ഫോൺ കോൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പതിയുമ്പടി ഞാൻ പറയാറുണ്ട്, ഞാനൊരു 11:30-12 ആകുമ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുന്നു. അപ്പോൾ ഞാൻ ആ ചായ കുടിച്ച് അപ്പോഴാണ് ഓർത്തത് ഈ 2 ചെടി കുറേ ദിവസമായി ഞാൻ ഒന്നിച്ചൊരു ചട്ടിയിൽ വെക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കൈയോടെ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചോറും കറികളും വെച്ചിട്ട് പോകാൻ വെച്ചിട്ട് ചോറ് വെച്ചു ഞാൻ. അപ്പോഴാണ് ഓർത്തത്, ഡിമ്പിൾ ചോദിച്ചത്, വിളിച്ചപ്പോൾ ചോദിച്ചു മമ്മി ഒന്ന് നനച്ചില്ലേ എന്നുള്ളത്. അവളുടെ ജീവൻ മൊത്തം ഇവിടെയാണ്. നിങ്ങൾ അറിയാലോ, 2 നേരം ഇതിൻ്റെ ചോട്ടിലാണ് മൂപ്പരുടെ പണി. അപ്പോൾ അവിടെയും പുൽക്കൂട് പണിതു എന്ന് പറഞ്ഞു കേട്ടോ, ചെന്നിട്ട് അവിടെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ തുണികളൊക്കെ തോരിയിട്ട്, അപ്പോൾ ശരിക്ക് തുണികൾ തോരിയിടാനായിട്ട് കുറേ ലേറ്റായി. കാരണം ഈ ബിസിനസ്സിൻ്റെ ആവശ്യവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ശരിക്കും രാവിലെ വാഷ് ചെയ്തിട്ടതാണ്, തോരിയിടാൻ വൈകി. പിന്നത്തേൽ അധികം ഉണ്ടായിരുന്നില്ല, എൻ്റെ ഒരു നൈറ്റിയും പിന്നെ ഡിമ്പിളുടെ 2 പുതപ്പ്, ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഞാൻ 2 ചട്ടിയിലത്തെയും കൂടിയിട്ട് ഒരു ചട്ടിയിലാക്കി. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കയ്യോടെ അവിടേക്കൊന്ന് കഴുകി. കാരണം സാധാരണ ഞാൻ ശനിയാഴ്ച ദിവസമൊക്കെയല്ലേ കഴുകാറ്. അപ്പോൾ ഇന്നും ആ ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ പരിപാടി ഇന്ന് തന്നെ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച തോന്നുന്നുണ്ട് ഡോൺ ശരിക്ക് മറ്റേ ഇതടിച്ചിട്ട് ഫുൾ ക്ലീനാക്കിയ കാരണം അടിച്ച് കഴുകാനായിട്ട് എളുപ്പമുണ്ട് കേട്ടോ, മണ്ണേ ഇല്ല. അങ്ങനെ ഡാഡി വരുമ്പോൾ പനനങ്ക് കൊണ്ടുവന്ന്, കുറേ നാളായിട്ടുണ്ടായിരുന്നു പനനങ്ക് കഴിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ഓർഡർ കിട്ടിയിട്ടുള്ള മാലയാണ്. ഇതിൽ ഏതോ ഒരു കുട്ടി എന്നോട് ഇങ്ങനത്തെ മാല ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വേറെ ആൾക്കാർക്ക് വേണ്ടി എടുത്തപ്പോഴാണ് ഞാൻ കണ്ടത് ഇതിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, സാധനം സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് ഭയങ്കര ഡിമാൻഡുള്ള മാലയാണ്. നമ്മുടെ മോനിഷയുടെ അമ്മ ഇട്ടിട്ട് ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാനിത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ആ ഫോട്ടോ അയച്ചിട്ട് ഇതുപോലത്തെ മാല കാണാൻ നല്ല ഭംഗി. കാരണം ഒക്കെ നല്ല തരം മുത്തുകളാണ് കേട്ടോ. എനിക്കിതിൻ്റെ ഓരോ മുത്തിൻ്റെയും പേരെനിക്കറിയില്ല, പക്ഷെ പേളും എമറാൾഡും ജെയ്ഡും ഒക്കെ ഉണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോറലും ലക്ഷ്മിയും കൂടിയിട്ടുള്ളതാണ്. നമ്മുടെ ലക്ഷ്മി മാത്രമാണ് വന്നിട്ടുള്ളത്, കോറലായിട്ടുള്ളത് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ. എല്ലാ സൈസിലും ഉണ്ട്. അപ്പോൾ അത് വേറെ ഒരു പാറ്റേൺ. ഇത് കുട്ടികളുടെ വള, മറ്റേ എന്താ പറയുക, കരിമണി വള, പ്രസവിച്ച കുട്ടികൾക്ക് തൊട്ട് എനിക്ക് തോന്നുന്നു 5-6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ളതുണ്ട്. പക്ഷേ പാറ്റേൺ ചിലപ്പം മാറിയിട്ടുണ്ടാവും. ഇതാണ് ഇപ്പോൾ നമ്മളുടെ ഏറ്റവും കൂടുതൽ പോകുന്ന മാല കേട്ടോ, പേളിൻ്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നീളമുണ്ട്. കണ്ടു, ഇവിടുന്ന് അങ്ങോട്ട് 2 ചെയിൻ പോയിട്ട് പിന്നിൽ വീണ്ടും പേളാണ്, എന്നിട്ടാണ് വട്ടക്കണ്ണി വരുന്നത്. അപ്പോൾ നമുക്ക് വട്ടക്കണ്ണി കുറച്ചും കൂടി അങ്ങോട്ട് കയറ്റിയിട്ടാൽ ശരിക്കും നല്ലൊരു ലോങ് ചെയിൻ പോലെ യൂസ് ചെയ്യാം. ലോങ് ചെയിൻ അല്ല, 8 പിടി മാല പോലെ യൂസ് ചെയ്യാം. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനത്തെ തന്നെ ഒരെണ്ണവും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കറുപ്പ് കരിമണിയുടെ ഡംബൽസാണ്. ഇത് വൈറ്റ് ഗോൾഡിൻ്റെ വള. ഇതും ഈ പറഞ്ഞ പോലെ നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കറക്റ്റ് ഗോൾഡ്. വേറെ ഒരാളും പറയില്ല ഇത് ഗോൾഡ് അല്ല എന്ന്, അത്രയും ഫിനിഷിങ് ഉണ്ട് കേട്ടോ ഈ വളയുടെ പണിക്ക്. അങ്ങനെ ഞാൻ എന്ത് കാണിച്ചു, ഇത് കഴിഞ്ഞ് നേരെ കറി വയ്ക്കാനായിട്ട് പോയി. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് ഡാഡിയിൽ വിട്ടതിന് ശേഷം കറി വയ്ക്കാൻ പോയി. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ, വെണ്ടക്കായ ഒരു 10 വെണ്ടക്കായ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതെടുത്ത് ഒന്ന് വാട്ടിയിട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ് ഇത്രയും ഇട്ട് നന്നായി വഴറ്റി വന്നപ്പോൾ തക്കാളി ഇട്ടു. തക്കാളി ഇട്ടിട്ട് ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മുടെ വാട്ടി വെച്ച വെണ്ടക്കായ ഇട്ടു.
അത് കഴിഞ്ഞ് കുറച്ച് നാളികേരപ്പാൽ കലക്കി ഒഴിച്ചു. അതാണ് സംഭവം. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത്, ഉള്ളി കാച്ചിയില്ല, വെറുതെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത്. കാരണം ഇനിയും ഉള്ളി കാച്ചുമ്പോൾ എന്താ പറയുക, സബോളയൊക്കെ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ മറ്റേ എന്താ പറയുക, വെളിച്ചെണ്ണ ഉള്ളിയും കൂടിയിട്ടാകുമ്പോൾ കൂടുതലാവും. അപ്പോൾ ഇതാകുമ്പോൾ പേരിനൊരു തുണ്ട്. പിന്നെ നല്ലോണം വാട്ടണ സമയത്ത് നമ്മൾ നല്ലോണം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, സമയം കഴിഞ്ഞപ്പോഴേക്കും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് ആ ചോറൊന്ന് ഊറ്റിയേ വേണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് ഊറ്റിയതിന് ശേഷം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉച്ചയിലത്തെ സെക്കൻഡ് ട്രിപ്പ് പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. ഇത് നമ്മുടെ ദശാവതാരമാണ്. ദശാവതാരം വരുന്നുണ്ട്, അഷ്ടലക്ഷ്മി വരുന്നുണ്ട്, സീതാ സ്വയംവരം വരുന്നുണ്ട്. അപ്പോൾ അതിൽ അഷ്ടലക്ഷ്മിയും ദശാവതാരവും നല്ലോണം പോകുന്ന ഒരു ഐറ്റമാണ്. സീതാ സ്വയംവരം അറിയാണ്ട് ചോദിക്കുന്നവരോട് പോലും ഞാൻ പറയാറുണ്ട് അത് വേണോ എന്ന് ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ എടുക്കാൻ പോകുമ്പോൾ തന്നെ അതിൻ്റെ ആൾക്കാർ പറയും സീതാ സ്വയംവരം സങ്കടമാണ് എന്ന്. അപ്പോൾ പറഞ്ഞു കേൾക്കുമ്പോൾ ശരിയാണ്, സീതയും രാമനായിട്ടുള്ള സങ്കടം കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് വള വേണോ എന്ന് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ചോദിക്കുന്നവരോട് സീതാ സ്വയംവരം ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ പുതിയതല്ല, പഴയ പോലത്തെ തന്നെ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മളുടെ ഈ ഫോട്ടോസ് കാണുമ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ നമുക്ക് പഴയതൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഇത് മറ്റ് പേളിൻ്റെ നെക്ക് ബോൾ ചെയിനാണ്. അപ്പോൾ അതിൻ്റെ തന്നെ വളയും. അപ്പോൾ ഇതൊക്കെ അയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും കൊണ്ടുവന്ന എനിക്ക് ഫോട്ടോ എടുത്തിട്ടാവാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഡ്രീം കളക്ഷൻസിൽ വള ഓർണമെൻറ്റ്സിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വിചാരിക്കൽ എന്നെ നടക്കണില്ല, കാര്യം ഇങ്ങോട്ട് നടക്കണില്ല. അപ്പോൾ ഈ ആനവാലിൻ്റെ വള 2.8 ജെൻസിനുള്ളത് വരെയുണ്ട്, വലിയത് വരെയുണ്ട് കേട്ടോ. ഇത് പിന്നെ കുഞ്ഞുണ്ണികളുടെ വളയാണ്. കറക്റ്റ് എന്താ പറയുക, നല്ലോണം ഈട് നിൽക്കുന്ന ഒരു വളയാണ് കേട്ടോ, മറ്റേ ആനവാലിൻ്റെ. ഇത് നമ്മളുടെ കൊന്ത പ്ലേറ്റ് ചെയ്ത് വന്നത്. അപ്പം നമ്മൾ പേളൊന്ന് കളറ് പോയപ്പോൾ പേളിൻ്റെ ഒരു മങ്ങൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ടാണ്ട് ഉള്ള പ്ലേറ്റിങ് മതിയെന്ന്. നോക്കിയപ്പോൾ നല്ല വെള്ള മണിയുള്ള കൊന്തയായിട്ടോ. ഇത് മണിമാലയാണ്. അപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളതാണ്. കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു മണിമാല വന്നിട്ടുണ്ടോയെന്ന്. ഇത് കരിമണിമാല. അങ്ങനെ കണ്ടമാനം പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അത് ചോദിച്ചാൽ മതി. അതുപോലെ മാലയാണെങ്കിൽ എത്ര പിടിയാണ് വേണ്ടത്, എത്ര പവൻ തോന്നിക്കുന്നതാണ് വേണ്ടതെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ എനിക്കത് കാണിക്കാനും എടുക്കാനൊക്കെ എളുപ്പമുള്ളൂ കേട്ടോ. അങ്ങനെ ഈ സെക്ഷനും കൂടി ഒതുക്കി കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ കണ്ടതല്ലേ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ആകെ എന്താ പറയുക, ഒരാഴ്ചയായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൈപ്പിൻ്റെ പണികളുടെ ആ സമയത്ത് ഫ്രിഡ്ജ് അതിൻ്റെ തലയാഴ്ച ഞാനൊന്ന് ക്ലീൻ ചെയ്തതാണ്. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഒരു 10 ദിവസം നമ്മളല്ലാത്ത രീതിയിലാണ് നമ്മളുടെ വീടും ചുറ്റുപാടൊക്കെ ആയിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഓക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോന്ന് വേഗം ഒതുക്കാം. കാരണം കുട്ടികളില്ലാത്തപ്പോഴാണ് ഇതിനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഷീറ്റ് എടുത്ത് കഴുകാൻ നിന്നിട്ടില്ല കേട്ടോ, റബ്ബർ ഷീറ്റ് എടുത്ത് കഴുകാൻ നിന്നിട്ടില്ല. അതിനുള്ള നേരം എനിക്ക് കിട്ടണില്ല. അപ്പോൾ ഇത് നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് സെലറിയാണ്. ഞാൻ ചോദിച്ചു ഇനി ഇതൊന്നും വേണ്ട, ഇതൊക്കെ കളഞ്ഞ് ഇനി ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാം. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഒന്നും ഞാൻ ഉപയോഗിക്കാൻ സമ്മതിക്കാറില്ല കുട്ടികളെ കൊണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കളഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ വേപ്പിലയും എന്താ പറയുക, നമ്മുടെ മല്ലിയില അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കപ്പൊക്കെ എടുത്തിട്ട് ഒന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്ന് നമുക്കൊന്ന് ഓർക്കണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ കിട്ടും എന്തൊക്കെയുണ്ട്, എന്തൊക്കെ സ്റ്റോക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോഴാണ് നട്ട്സിൻ്റെ ബോക്സ് ഓൾറെഡി കഴിഞ്ഞിട്ടേ ഇരിക്കുന്നത്. നട്ട്സ് എന്ന് പറയുമ്പോൾ ഡോണിനും ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ഡാഡിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനത് ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പുറത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞ് അടുത്തതും ഈ പറഞ്ഞ പോലെ ഒക്കെ ഒതുക്കിയിട്ട് വെച്ചു. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബോക്സ് എടുത്തിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് കാലിയായ കുപ്പി ഒന്ന് നിറച്ചതാട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് ലിങ്ക് വാങ്ങിച്ചിട്ട് കണ്ടമാനം കുട്ടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് കേട്ടോ. കാരണം ആ കാശിന് വൃത്തിയാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളുടെ മറ്റേ ഡേറ്റ്സാണ് കേട്ടോ, ലയൺ ഡേറ്റ്സാണ്. പിന്നെ നമ്മളുടെ സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സിൽ വന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കുട്ടി ബോക്സുകളിലേക്ക് ആക്കിയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ആ കള്ളി മാത്രമേ എനിക്ക് ഒതുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അത് എടുത്തു കഴിഞ്ഞാൽ നിറങ്ങണി സാധനങ്ങളാണ്, എളുപ്പമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഒരു ദിവസം നിൽക്കണം. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ച്
ഞാൻ എല്ലാ ടിന്നുകളും എടുത്ത് പുറത്തേക്ക് വെച്ച് ഓരോന്നോരോന്നായിട്ട് തിരിച്ച് കയറ്റി തുടങ്ങി. കാരണം മറ്റേ ക്യാരറ്റ് എനിക്ക് തോന്നുന്നു വാങ്ങിച്ചു കൊടുത്തിട്ട് എടുത്തിട്ടേ ഇല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ ഈ ആഴ്ച ഒട്ടും ഇല്ല. കാരണം കല്യാണങ്ങളും എൻ്റെ വായിൽ എപ്പോഴും കാരണം എന്ന് വരുന്നുണ്ട് അല്ലേ. എനിക്കൊന്നാമത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണിങ്ങനെ അടഞ്ഞു പോവുന്നുണ്ട്. കാരണം പിന്നെയും കാരണം വന്നു. അപ്പോൾ ദേ നമ്മളുടെ വെജിറ്റബിൾസ് ഉണ്ടായിരുന്നത് കുമ്പളങ്ങയും മത്തങ്ങയും പിന്നെ എന്തുട്ടായിരുന്നു ക്യാബേജിൻ്റെ ഒരു ചെറിയ പീസും. ഇത് നമ്മുടെ കോക്കനട്ട് പൗഡറാണ് കേട്ടോ. ഞാൻ സ്ഥിരം വാങ്ങിക്കണതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നലെ ഒതുക്കിയപ്പോൾ ഞാൻ അവിടെ പാക്കറ്റിൽ ബാക്കിയുള്ളത് മാറ്റി വെച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഒതുക്കാൻ പറ്റില്ല, അതൊക്കെ നിറങ്ങണി സാധനങ്ങളാണ്. ഇതും അതെ. അപ്പോൾ ഞാൻ അതവിടെ ഇട്ട് അവിടെ തുടച്ചിട്ടു. അല്ലാണ്ട് പെട്ടെന്ന് അത് ഓടിച്ചെന്ന് ഒതുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതവിടെ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒതുക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഡയറി കോർണറൊക്കെ ഇങ്ങനെ ആകെ വലിച്ച് വാരി ഇവിടെ വെക്കേണ്ടത് അവിടെ വെക്കേണ്ടത് ഇവിടെയൊക്കെ വെച്ചിട്ടാണ്. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നിൽക്കുമ്പോഴാവും ഇപ്പുറത്തൊരാൾ ഒച്ചയുടെ അപ്പുറത്തൊരാൾ കരയുക, ഒരാൾ വീഴുക. അപ്പോൾ ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് ഓടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത സാധനങ്ങൾ എടുത്തു കൊടുത്ത് അവർക്ക് വെക്കാൻ പറ്റാത്തത്. എന്നാൽ ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഉള്ളൊരു സമാധാനം. അവർക്ക് പറ്റാവുന്ന മാക്സിമം അവർ 2 പേരും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ഒതുക്കി. അതിൻ്റെ ഉള്ളിൽ ഒതുക്കിയപ്പോഴാണ് ചിക്കൻ ക്യൂബ് വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് കണ്ടത്. അപ്പോൾ ഞാൻ അത് പൊട്ടിച്ച് അതിൻ്റെ കുപ്പിയിലാക്കി. ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാക്കി. അങ്ങനെ എന്താ പറയുക, അപ്പോഴാണ് ഡാഡി ഇപ്പുറത്ത് നമ്മളുടെ ചട്ടികൾ ഇങ്ങനെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഡാഡി വേഗം സിമെൻറ്റിൻ്റെ ഹണി കൊണ്ടുവന്നിട്ട് ഡാഡി അവിടെ പുറത്തത് ചെയ്യുന്നു, ഞാനിവിടെ അകത്ത് ഒതുക്കൊടുക്കുക, എനിക്ക് കാണാമല്ലോ. അങ്ങനെ കുറച്ച്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുട്ടാവണേലും ഇതും അവസാനിക്കണം, അവിടത്തെയും കഴിയണം, ആകെ കൂടി. കാരണം പിന്നെയും കാരണം എന്ന് വരുന്നുണ്ട്. എന്താണാവോ ഈ കാരണം വരുന്നുണ്ട്, എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. പോട്ടെ, നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുപ്പികൾ ആദ്യം ഞാൻ വിചാരിച്ചു പുറത്തത്തെ പണികൾ കഴിഞ്ഞ് വന്നിട്ട് ഇനി എനിക്ക് ഒതുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. പക്ഷേ അവിടുത്തെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ഒതുക്കാം. ഡാഡി എന്തായാലും മാച്ച് കാണാതിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ഇത് ഒതുക്കാം, എന്നിട്ട് കട്ട്ലേറ്റിൻ്റെ പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് അങ്ങോട്ട് ഒതുക്കി. ഇപ്പോഴും ഞാൻ പറയണു, എനിക്ക് ഷീറ്റുകളൊന്നും എടുത്തിട്ട് വാഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഈ പുറത്ത് വെച്ച ചട്ടിയിൽ നമ്മളുടെ കുഞ്ഞ് വെള്ളച്ചട്ടികളുണ്ടായിരുന്നില്ല, നമ്മുടെ നടയിലൊക്കെ ഇരിക്കണില്ലേ ചതുരം ചട്ടി, അങ്ങനത്തെ ചട്ടികൾ പല കളറിൽ ഇത് ആയിട്ട് അലക്കയിലും ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് ഓരോന്നിലാക്കിയപ്പോൾ കറക്റ്റ് എല്ലാത്തിലും ഫില്ലായി. അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അതായത് നമ്മൾ മണ്ണിട്ട് നിറയ്ക്കേണ്ട ആ ചട്ടി അങ്ങനെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റാണ്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൻ്റെ ഡോറ് സൈഡ് ഒതുക്കി. അപ്പോൾ സാധാരണ അവിടെ മുട്ട വയ്ക്കാറ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾ പാൽ കൊണ്ടുവന്ന് അവിടെ ഇടണം, ആരുടെ മുട്ട ഇടയ്ക്ക് പൊട്ടണു. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രെയിലിടുകയോ വേണ്ട, മുട്ട മറ്റേ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് നമ്മളുടെ പാച്ചുവിൻ്റെ ബാപ്റ്റിസത്തിൻ്റെ ആണാവോ ഇതിൻ്റെയാണാവോ ബർത്ത്ഡേയുടെയാണാവോ മാഗ്നറ്റ്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ആകെ വലിച്ച് വരിക്കെടുക്കുക. അപ്പോൾ ഫ്രിഡ്ജ് എന്തായാലും അത്രത്തോളമേ ഇനി പറ്റുള്ളൂ, വേറൊരു ദിവസം വേണം അടുത്തത് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇവിടെ വേഗം ഒതുക്കിയപ്പോൾ ഇതാ ക്ലീനായി. അപ്പോൾ നെല്ലിക്ക ചെറിയ ബക്കറ്റിലല്ലേ ഞാൻ വെച്ചിരുന്നത്, അത് ഞാൻ കുപ്പിയിലേക്ക് മാറ്റി. അങ്ങനെ എന്താ പറയുക, മേശപ്പുറം അങ്ങോട്ട് വെടുപ്പാക്കി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങേ വശം ഇങ്ങേ വശം ഒതുക്കിയാൽ നമ്മളുടെ വർക്ക് ഏരിയ ഭാഗം ഓക്കെ ആവുള്ളൂ. പിന്നെ അപ്പോൾ ഞാൻ ഇവർക്ക് വാങ്ങിയ ബിസ്ക്കറ്റും റൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ ബിസ്ക്കറ്റ് അകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അകത്ത് വെക്കേണ്ട, അവരുടെ സാധനങ്ങൾ ഒന്നിച്ച് ഒരു വശത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വെച്ചു. മിക്സി ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പഴയത്, അതെടുത്ത് ഞാൻ അകത്തേക്ക് വെച്ചു കൊടുക്കാനുള്ളതിലേക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിവൈൻ മിക്കവാറും മിക്സി വാങ്ങിക്കും. നമ്മുടെ 2 മിക്സിയാണുള്ളത്. ഒന്ന് ഡിമ്പിളുടെ കുർബാന സ്വീകരണത്തിന് കിട്ടിയിട്ടുള്ളത്, പക്ഷേ ഒരു കേടുമില്ല, പക്ഷെ കാണുമ്പോൾ ഒരു ഭംഗി കുറവുണ്ട്. പിന്നെ മറ്റേതിൻ്റെ എന്ന് വെച്ചാൽ ബ്ലേഡ് ഒരെണ്ണം ഒടിഞ്ഞു. അപ്പോൾ എന്തായാലും പുതിയതൊരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പഴയതിൻ്റെ അത് അവിടെ നിന്ന് എടുത്ത് സ്ഥാനം മാറ്റിയപ്പോൾ തന്നെ മേശപ്പുറത്ത് ഇഷ്ടംപോലെ സ്ഥലമായിട്ടോ. അങ്ങനെ നെല്ലിക്ക പകർത്തിയതും എല്ലാ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കട്ട്ലേറ്റിൻ്റെ പണിക്ക് വേണ്ടി ഞാൻ നിന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, പതിവ് പോലെ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞും തരാറുണ്ട്. ഇത് വേറൊന്നുമല്ല, എണ്ണയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അധികം ഭാഗം യൂസ് ചെയ്യുക. അപ്പോൾ അതിൽ ആദ്യം വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞ്, ഇപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ അത് മതി, പക്ഷെ ഞാൻ വെളുത്തുള്ളിയാണ് കൂടുതലായിട്ട് എടുത്തത്. 2-3 അല്ലി അത്രയേ ഉള്ളൂ. അത് വഴന്ന് വരുമ്പോൾ സബോള, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, അപ്പോൾ ഇഞ്ചിയുടെ പേസ്റ്റാണ് കേട്ടോ.
കാരണം ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ കടിക്കണത് വലിയ ഇഷ്ടമല്ല ആർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധിക ഭാഗം പേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചുക്കുപൊടി ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുക. അപ്പോൾ ചുക്കുപൊടി ഇട്ടാലും സെയിം ഫ്ലേവറാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നുകിൽ ചുക്കുപൊടി അല്ലെങ്കിൽ ഈ ഇഞ്ചി മറ്റേ അരച്ചത് ഇവിടെ നിന്ന് ഇന്ന് വാങ്ങിച്ചതാട്ടോ ഞാൻ. നമ്മുടെ നെസ്റ്റോ എന്നാണ് തോന്നുന്നുണ്ട് വാങ്ങിച്ചത്, അതോ ഹൈലൈറ്റ് മാളിൽ നിന്നാവും വാങ്ങിയതത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ പണി തുടങ്ങായി. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിയല്ല ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്. കണ്ടോ എന്താ ടേസ്റ്റ്! ആ മസാല തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് അറിയാം. നമുക്ക് ഈ പരുവത്തിൽ നമുക്ക് തൊട്ട് നാവുമ്പോൾ വെച്ച് നോക്കിയാൽ എന്താണ് കുറവ് ഏതാണ് കൂടുതൽ എന്നുള്ളത് നമുക്ക് അപ്പം മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ നമ്മുടെ പിള്ളേർസിനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കട്ട്ലേറ്റിൻ്റെ പരുവം നല്ല കണ്ടാറിനൂടെ നല്ല ചൊടിൻ്റെ നല്ല എരിവ്. എൻ്റെ കട്ട്ലേറ്റ് എപ്പോഴും നല്ല എരിവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ മുട്ടയിൽ മുക്കി പൊരിക്കുകയല്ല ചെയ്യുക. മുട്ട ഓൾറെഡി അതിൻ്റെ ഉള്ളിലിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഷേപ്പാക്കിയിട്ട് ഇടുക. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് കരോളിൻ്റെ ഒച്ച കേൾക്കണം. അപ്പോൾ ഞാൻ വേഗം മറ്റേ ഇത് സിമ്മിലിട്ടിട്ട് ഞാൻ വേഗം അവിടേക്ക് പോയി. കാരണം എന്താ വെച്ചാൽ കരോള് കാണാമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ കാണാൻ പറ്റുള്ളൂ. പിള്ളേർസ് ശരിക്കും മിസ് ചെയ്തു കേട്ടോ. പാച്ചും തോമും ശരിക്കും മിസ് ചെയ്തു. അപ്പോൾ ഡാഡി ഇതിങ്ങനെ നിന്ന് കാണുകയാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് അവർക്കാണെന്ന് നമ്മൾ നോക്കണമെന്ന് പറയുമ്പോൾ ആവേശം കൂടുതലാണല്ലോ. ആൾക്കാരുണ്ടെങ്കിലല്ലേ അവർക്കും ഇൻട്രസ്റ്റ് ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഭാവനയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ജൂബിയുടെ വീട്ടിലേക്ക് കടന്നു. അപ്പോൾ നല്ല ഒച്ചയാണ്. നല്ല ഒച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ തമ്പൂറിൻ്റെ ഒച്ചയാന്ന് തോന്നുന്നുണ്ട്. നല്ല സൗണ്ടാട്ടോ. അങ്ങനെ ഡാഡി അവിടെ പുറത്ത് അവരുടെ കാഴ്ചകളും കണ്ടു നിന്നു. ഞാൻ പതുക്കെ അകത്ത് നമ്മുടെ പണികൾ ബാക്കി തുടർന്നു. അപ്പോഴാണ് ഇവർ വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഡാഡി വിളിച്ചത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ ഈ പിള്ളേർസിന്. കാരണം എന്താ അറിയോ, ഇന്നലത്തെ നമ്മുടെ പാപ്പ ഉണ്ടല്ലോ, ക്രിസ്മസ് ഫാദർ, രണ്ടാമത് കളിച്ച ക്രിസ്മസ് ഫാദറിൻ്റെ ഹാപ്പിനെസ്സും അവൻ്റെ ഉഷാറും ഒക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വരുമ്പോൾ തന്നെ ചോദിച്ചത് വീഡിയോ എടുക്കുമോയെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു എടുക്കാമല്ലോ, ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ഉന്മേഷമാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ടീം ഇന്നുണ്ടായിരുന്നു, 2 ടീം ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കുറേ നേരം നിന്ന് കളിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ പിള്ളേരുകൾ ഗൂഗിൾസ് കൊണ്ടുവന്നിട്ട് എന്താ വെക്കേഷനാകുമ്പോൾ കുറച്ചും കൂടി ഉഷാറാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഈ 2 ദിവസമാണ് കരോളിന് പറഞ്ഞിട്ടുള്ളത്. 2 ദിവസവും നമ്മുടെ റൂട്ടിൽ കൂടെ മുഴുവൻ ഈ ചെണ്ട കൊട്ടും ബഹളമായിട്ടുള്ള യാത്രകളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് അപ്പാപ്പന് മനസ്സിലായി വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത്, നാളെ വരും എന്നുള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചറിഞ്ഞു എപ്പോഴാണ് വരിക, എന്താ വരിക എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതനുസരിച്ച് കളിക്കാനുള്ള മൂച്ച് കുറേയും കൂടി. പിന്നെ നാളെ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണണ്ടേ എന്നുള്ള ചിന്തയുണ്ടല്ലോ. അങ്ങനെ അവരുടെ കളിയും ബഹളമൊക്കെ കഴിഞ്ഞ് അവർ യാത്രയായി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ അധികം നേരം നമ്മളുടെ ഇവിടെ കളിച്ചു എന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ വീഡിയോ എടുത്തോട്ടെ സൗകര്യം പോലെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിള്ളേർസ് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ ഞാൻ പതിവുംപടി നമ്മളുടെ എന്താ പറയുക കട്ട്ലേറ്റിൻ്റെ പണിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വിചാരിച്ചത് കോഴി, പോർക്ക്, മീൻ ഇതെല്ലാതും വെക്കാം, എന്നിട്ട് നമ്മൾ അക്കിരോടയ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകണം, അവിടെ നിന്ന് ഷെയർ ചെയ്ത് അങ്ങോട്ടും കഴിക്കാം, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. അപ്പോഴാണ് അക്കി വിളിച്ചപ്പോൾ പറഞ്ഞത് വേണ്ട, നാളെ ബിരിയാണിയാണ് വെക്കണത്, ചേച്ചിയുടെ വക ബിരിയാണി വെക്കണം. അപ്പോൾ പിന്നെ വെറുതെ വെച്ച് എല്ലാം കൂടി ആകുമ്പോൾ ബോറടിക്കും. കാരണം ഞങ്ങൾക്ക് നാളെ കല്യാണമാണ്, കല്യാണ തലേ ദിവസമാണ്, പിറ്റേ ദിവസം കല്യാണമാണ്. അപ്പോൾ വെറുതെ വെച്ച് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കട്ട്ലറ്റ് മാത്രം ഉണ്ടാക്കാം. അപ്പോൾ കട്ട്ലറ്റ് ആകുമ്പോൾ എനിക്കും നോയമ്പ് വിടണമല്ലോ. അപ്പോൾ പള്ളിയിൽ പോയി വന്ന് കട്ട്ലറ്റ് കഴിച്ചിട്ട് പിന്നെ അക്കിരോടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അവിടേക്ക് പോകുമ്പോൾ കട്ട്ലേറ്റ് കൈ പിടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കട്ട്ലേറ്റിൻ്റെ പണിയിലേക്ക് നിന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കട്ട്ലേറ്റ് എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്നുള്ള പോലെ ഉണ്ടാക്കുന്ന സംഭവമാണ് ഈ കട്ട്ലേറ്റ്. അപ്പോൾ അതിന് എളുപ്പം ഉണ്ടാവണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചൂട്ടോടെ തന്നെ ആദ്യം വേവിച്ച ഇറച്ചി മാറ്റി വയ്ക്കണം. ചൂട്ടോടെ തന്നെ അരിപ്പയിൽ ഊറ്റി വയ്ക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തുണ്ട് വെള്ളം പോലും ഇറച്ചിയിലുണ്ടാവില്ല. എന്നിട്ട് ഈ ഇറച്ചി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് സൗകര്യം പോലെ എടുത്തടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാൻ പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് അടിക്കുമ്പോൾ ഒരു തുണ്ട് വെള്ളം പോലും അതിലുണ്ടാവില്ല. അങ്ങനെ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല ഇങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് സംഭവം കിട്ടും, നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം കുറച്ച് മാറ്റി വയ്ക്കും. അതാണ് ആദ്യത്തെ ആ പാത്രത്തിൽ കാണുന്നത്. കാരണം അത്രയധികം ഒന്നും നമുക്ക് വേണ്ടി വരില്ല. അപ്പം അത് ഞാൻ കുട്ടികൾക്ക് കീമ ഉണ്ടാക്കി കൊടുക്കാനും പിന്നെ ഒന്നുകിൽ സമോസ ഉണ്ടാക്കാൻ ബ്രെഡിൽ ഉണ്ടാക്കാനായിട്ട് ബ്രെഡ് ബോൾസ് ഉണ്ടാക്കാനായിട്ട് അതിനൊക്കെ ഞാൻ ഈ കീമ യൂസ് ചെയ്യാറുണ്ട്. അതിനാണ് ഒരു പാത്രം മാറ്റി വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രം നമ്മൾ മസാല ഇട്ടതിന് ശേഷം മാറ്റി വയ്ക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓടി പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനും എടുക്കാനൊക്കെ ആ മസാലയുള്ള കീമ മതിയാവും. സമോസയിലോ അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ ബ്രെഡ് പോക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ മസാല ചേർത്തത് നമുക്ക് അപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്ന കേസുള്ള. അല്ലെങ്കിൽ വേണ്ട കട്ട്ലേറ്റ് ഉണ്ടാക്കണം തോന്നി കഴിഞ്ഞാൽ 2 ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി കഴിഞ്ഞ് അത് ഉടച്ച് കൈയോടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിനാണ് ഞാൻ 3 സെക്ഷനായിട്ടാണ് ഈ ബീഫ് അടിച്ച് വയ്ക്കുക. ഒന്ന് ഒട്ടും മസാല ഇടാണ്ട്, ഒന്ന് മസാല ഇട്ടത്, ഒന്ന് കട്ട്ലേറ്റിലേക്ക് ഓൾറെഡി ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. എനിക്കറിയില്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാതും കൈയളവിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കട്ട്ലേറ്റ് കംപ്ലീറ്റ് റെഡിയായി. അപ്പോൾ എനിക്ക് തോന്നുന്നു 20 കട്ട്ലേറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരുകൾ അവിടെ നിന്നേ വിളിച്ച് പറഞ്ഞു ഞങ്ങൾക്കുള്ള കട്ട്ലേറ്റ് മാറ്റി വെച്ചോളൂ. നമ്മുടെ കട്ട്ലേറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ വീട്ടിലുണ്ടാക്കണത് കേട്ടോ. പുറമേ നിന്ന് വാങ്ങിക്കുന്നത് വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കാലത്ത് നോയമ്പ് വീടി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്കുള്ളത് തന്നെയാണ്, ഞാനിവിടെ എടുത്ത് വെച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പാച്ചൂട്ടൻ്റെ വീഡിയോ കാണുന്നത് കേട്ടോ. പാച്ചൂട്ടൻ ചെറായി ബീച്ച് കിടന്ന് ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ഒരു ചെറിയ ചൊറിച്ചിലുണ്ട്. അപ്പോൾ ഡിവൈൻ ഇന്ന് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അത് വേറെ ഒരു കൂട്ടർ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് ID എന്ന് പറയണത് നമ്മൾ പറയാണ്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മളത് കാണിക്കാണ്ടിരിക്കാൻ ഇങ്ങനെ കുറേ വെച്ചങ്ങോട്ട് തുടങ്ങിയ ഒരു വലിയ ഒരു വാറോലയാണ് ആ കുട്ടിയുടെ ID. അതായത് 2 ദിവസം കൂടുമ്പോൾ ആ ID മാറ്റും. അങ്ങനെയാണ് ആ കുട്ടി. ഈ ഫേക്ക് IDയിൽ വരുന്നത് തന്നെ ഫേക്ക് ആൾക്കാരാണെന്നുള്ളത് നമുക്കറിയാം. ഈ കുട്ടികൾക്ക് പിന്നെ ഒരു ശ്വേത, ഇവർക്കൊക്കെ അറിയേണ്ടത് ഡിംപിൾ എന്താ പോവാത്തത്, ഡിംപിൾ എന്താ അവിടെ നിൽക്കാത്തത്, ഡിവോഴ്സായോ, കുട്ടിക്ക് അപ്പനില്ലേ, ഇങ്ങനത്തെ ഒരേ വക ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം ഒരു വശത്ത് വരെങ്കിലും എനിക്ക് ഭയങ്കര പുച്ഛം തോന്നി ഈ കുട്ടികളോട്. കാരണം ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ലേന്ന് വിചാരിക്കും. ആരെങ്കിലും അങ്ങോട്ട് തിരിയുണ്ടോ ഇങ്ങോട്ട് തിരിയുണ്ടോ, കുട്ടിക്ക് അപ്പനില്ലേ എന്നൊക്കെയാണ് ചോദിക്കണേ. എന്താ ഇവരോടൊക്കെ ഞാൻ മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തൽക്കാലം അവരെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പൻ്റെ കൂടെയുള്ള ഫോട്ടോ ഒന്നും ഇടുന്നില്ല, കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഈ ചോദിക്കുന്നവർ ആലോചിക്കുക, ഒന്നെങ്കിൽ നിങ്ങൾ മുമ്പുള്ള വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ഇതാണോ എന്ന് വിചാരിക്കുക. ഇത് ഒരുത്തിയുണ്ട്, ആ കുട്ടി ഇങ്ങനെ ഓരോ വേണ്ടാത്തത് ഇടും, അതിൻ്റെ പിന്നിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പറയില്ലേ, ഒന്നറിഞ്ഞവൻ ഒന്ന് ചിരിക്കുമ്പോൾ ഒന്നും അറിയാത്തവൻ 10 ചിരിക്കുന്നു, അതാണ് കഥ. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ക്രിസ്മസായി. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും. നാളെ ഡിസംബർ 26 ഡാഡിയുടെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നാളെ കാണാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ണീശോനെ എടുത്ത് പുൽക്കൂട്ടിൽ വെക്കാൻ പോവുകയാണ്. കറക്റ്റ് 11:45 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പോൾ ഇത് നമ്മളുടെ ലതാൻറ്റി എനിക്ക് ക്രിസ്മസിൻ്റെ വിഷ് അയച്ചതാണ്. നോക്കിയപ്പോൾ നമ്മുടെ പണ്ടത്തെ പാച്ചൂട്ടൻ്റെ ഫസ്റ്റ് ക്രിസ്മസ്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.